ब्लॉग यूट्यूब चैनल बता दो आप. മാപ്സ് ഇത്ര പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, നാവിഗേഷൻ ആവുന്നില്ല, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മളൊരാളോട് പരിചയപ്പെട്ട ഐ എം ഫ്രം സെയിം പ്ലേസ്. ദുബായിന്ന് ടിക്കറ്റ് എടുത്ത് അതിൻ്റെതാ കാണാൻ പോവാൻ. നല്ല ഹാറാണല്ലേ കാണാന്. ഹായ്, അപ്പം ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഉള്ളത്. പുതിയൊരു യാത്രയുടെ തുടക്കം. എൻ്റെ 18ാമത്തെ രാജ്യമാണ്. ഇത്തവണ നമ്മൾ പോകുന്നത് റഷ്യയിലേക്കാണ്. റഷ്യ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്താണെന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ 2025 ജൂലൈ 26 ഞാൻ പോകുന്നത്. ഇന്ത്യക്കാർക്ക് ഇ വിസ ആക്കിയത് 2025 മുതലാണ്. സോ ഇ വിസ എടുത്തിട്ടാണ് പോകുന്നതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പ്രത്യേകിച്ചും ഇതിൽ വളരെ സിമ്പിൾ സാധനമാണ്. ഏകദേശം 190 dirhams ആണ് അതിന് വരുന്നത്. കോസ്റ്റ് 4 ദിവസം കൊണ്ട് തന്നെ കിട്ടുകയും ചെയ്യും. ജസ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്ന മതി. ആകെ ട്രാവൽ ഇൻഷുറൻസ് ആണ് അതിൽ ഭയങ്കര സാധനം. ബാക്കി നമ്മൾ റെഗുലർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ഫോമിൽ ഫില്ല് ചെയ്താൽ മതി. ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ഇതിലൂടെ കാണിച്ചു തരാം. പിന്നീട് ഇപ്പോൾ നമ്മളിപ്പോൾ ഷാർജ ഇന്റർനാഷണൽ എയർ അറേബ്യയാണ് പോകുന്നത്, ദൊമാറ്റോവിലേക്ക് പോകുന്നത്. സോ അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. ബട്ട് ട്രാവലിന് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നാണ് അറിയാൻ പറ്റിയത്. സോ അതുകൊണ്ടാണ് പ്ലാൻ ചെയ്തത്. ഒരുപാട് ബാക്കി കാര്യങ്ങൾ, അതായത് അവിടുത്തെ സാങ്ഷൻസ് കാര്യങ്ങൾ, ഉപരോധം പല കൺട്രീസ് ഏർപ്പെടുത്തിയോണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. മോസ്കോ, സെന്റ് പീറ്റേഴ്സ്ബർഗ്, കസാൻ ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റ്ലി പോളാർ ആർട്ടിക്കിൽ ടെറിബർക്ക എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് മൊർമാൻസ്കും ടെറിബർക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. സോ വെരി എക്സൈറ്റഡ് ട്രിപ്പാണ്. ഏകദേശം 8 ദിവസം എടുക്കും. സോ ഇൻഷാല്ലാ സ്റ്റേ ട്യൂൺഡ് ആൻഡ് അപ്ഡേറ്റഡ്. ആൻഡ് എല്ലാ സീരീസും കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പോകാനുള്ള ഡീറ്റെയിൽസ് ഫുള്ള് ഇതിൻ്റെ അകത്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പോകുന്ന മുതൽ കാണിച്ചു തരാം കേട്ടോ. ഹായ്, അൽഹംദുലില്ലാ, അങ്ങനെ നമ്മൾ 18ാമത്തെ രാജ്യമായിട്ട് റഷ്യയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. റഷ്യയിലെ ദൊമാറ്റോവ എയർപോർട്ടിലേക്കാണ് വന്നത്. ഷാർജ നേരെ ദൊമാറ്റോ എയർപോർട്ടിലേക്ക് ഏകദേശം 5.5 മണിക്കൂർ യാത്ര ഉണ്ട്. എയർ അറേബ്യ ആയിരുന്നു. ഇതാണ് എയർപോർട്ടുകൾ കാണുന്നത്. എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കഴിഞ്ഞു. നല്ലൊരാളായിരുന്നു കിട്ടിയത്. പക്ഷേ സത്യം പറഞ്ഞാൽ എമിഗ്രേഷൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. എല്ലാ ഡീറ്റെയിലും ചോദിക്കും. എന്താ വന്നത്, എവിടെ പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഹോട്ടൽ ബുക്കിംഗ് ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല, ഇൻഷുറൻസ് ഒന്നും ചോദിച്ചില്ല. പക്ഷെ അതൊക്കെ മാൻഡേറ്ററി ആണ്. അപ്പം നല്ലൊരാളായിരുന്നു കിട്ടിയത്, നല്ല ലേഡി ആയിരുന്നു. അതിങ്ങനെ ചിരിച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ കുറേ പ്രൊസീജിയർ ഉണ്ട് അവർക്ക് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ആ കറൻസി നമ്മൾ ചേഞ്ച് ആക്കി. സത്യം പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് എയർപോർട്ടിൽ നിന്ന് ചേഞ്ച് ആക്കുന്നത് തോന്നുന്നു. വേറെ എല്ലാ കൺട്രീസിലും അത്യാവശ്യം കിട്ടുന്നില്ല. ഈ കൺട്രിയിൽ ഭയങ്കര കുറവ് കിട്ടി. ഗൂഗിൾ റേറ്റിന് ഏലത്ത് പോലും ഇല്ല. കമ്മീഷനൊക്കെ ആകെ കഴിഞ്ഞിട്ട് $100 മാറ്റുമ്പോൾ 6.5 കിട്ടില്ല. ഏകദേശം 1700 രൂപയ്ക്ക് നമുക്ക് നഷ്ടപ്പെട്ടു. അതായത് ഇന്ത്യൻ റുപ്പിക്ക് സെയിം ആണ് ഇവർ വരുന്നത്. ഇന്ത്യൻ റുപ്പിയുടെ ചെറിയ താഴത്തുള്ളവർ 21 സംതിങ് ആണ് ഒരു ദിറംസിന് നമുക്ക് കിട്ടുന്ന റൂബിള്. പുറത്തെത്തിയിട്ട് മാറ്റാൻ തൽക്കാലം ജീവിക്കാനുള്ള പൈസ ഇതിനുണ്ട്. അപ്പോൾ പുറത്തെത്തിയിട്ട് ബാക്കി മാറ്റാം. അത് കഴിഞ്ഞ് ഞാൻ വന്നു. ഇവിടെ സിം കാർഡ് കിട്ടില്ല എന്നാണ് പറയുന്നത്. അവിടെ സിം കാർഡ് ഇത് കാണുന്നുണ്ട്, നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. സിം കാർഡിന് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സിം കാർഡ് അവിടുന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ടാണ് വന്നത്. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നിടത്ത് നമുക്കിവിടെ സിം കാർഡ്സ് കിട്ടാണ്ട്, മെഗാഫോൺ, ബി-ലൈനൊക്കെ. 2025 മുതൽ ടൂറിസ്റ്റിന് സിം കാർഡ് കിട്ടണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇവരിപ്പോൾ റീസെന്റ് എയർപോർട്ടിൽ കൊണ്ടുവന്നതാണ്. അതായത് ഫിസിക്കൽ സിം അവർ തരും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പേരിൽ അവർ ആക്ടിവേറ്റ് ആക്കിയ സാധനമായിരിക്കും. പിന്നെ ഈ സിം കാർഡും ഇതേപോലെ നെറ്റ് മാത്രമല്ല ഉണ്ടാവും. ഈ സിം കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. പിന്നുള്ളത് ഈ ഫിസിക്കൽ സിം. എന്തായാലും 3200-3500 ഒക്കെ ആണ് ഇതിന്റെ വരുന്ന റേറ്റ്. റൂബിളിൽ അതായത് 150 dirhams ഒക്കെ വന്നു. സോ ഞാൻ മോബി മാറ്ററിന്റെ ഒരു പ്ലാൻ ഉണ്ടെന്നാണ്. മോബി മാറ്റർ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് 110 dirhams അതിനും കൊടുത്തിട്ടുണ്ട്. 110 dirhamsനാണ് ഇപ്രാവശ്യം നമ്മൾ അത് എടുത്തിട്ടുള്ളത്. അത് ഏകദേശം വരുന്നത് 20 GB ഒരു മാസത്തേക്ക് വരുന്ന റഷ്യയിൽ വർക്ക് ചെയ്യുന്നത്. അത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം കിട്ടണമെന്നൊക്കെ പറയുന്നു. പക്ഷെ അതൊക്കെ എന്താ മേ ബി അവിടെ VPN കണക്ട് ചെയ്തുകൊണ്ടാണ്, നല്ല ഓട്ടോമാറ്റിക് കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോഫാർ എല്ലാം അടിപൊളിയാണ്. കണ്ടില്ല, എയർപോർട്ടിൽ ഇറങ്ങി വരുന്നിടത്ത് തന്നെ ഉണ്ട്. എക്സ്പ്രസ് ട്രെയിനിന് വേണ്ടിയിട്ട് കൺവിൻസ് ചെയ്യുന്നുണ്ട്. ടാക്സീസ് ഉണ്ട്. പിന്നെ ഫുള്ള് യാൻഡെക്സ് ആണ്. അപ്പോൾ ഞാൻ യാൻഡെക്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹോസ്റ്റലിലേക്ക് ഓടാം. ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഹോസ്റ്റലിലേക്ക് ഓടാനുണ്ട്. കുറച്ച് ലോങ് ആണ്. എയർപോർട്ട്സ് ഒക്കെ ഔട്ട് സൈഡ് ആണ് സിറ്റിന്റെ. അപ്പോൾ സിറ്റി സെന്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ റഷ്യ. വെരി എക്സൈറ്റഡ്. നമ്മളൊരാളോട് പരിചയപ്പെട്ട ഐ എം ഫ്രം സെയിം പ്ലേസ്. യു വിസിറ്റ് program visit ഐ എം ഫ്രം Kozhikode. Russian. You're from Russia. You can say hi. This is for YouTube. അങ്ങനെ നമ്മൾ യാൻഡെക്സ് കയറിയിട്ടുണ്ട്. സോ ഈ സാധാരണ പൊതുവെ പറയില്ല ഒരു ഭയങ്കര ഹെൽപ്ഫുൾ അല്ലാത്ത ആൾക്കാരാണെന്നൊക്കെയാണല്ലോ പറയല്. ഇയാൾക്ക് എന്നെ കണ്ടിട്ട് ഒരു സംശയം തോന്നിയേക്കും മലയാളിയാണെന്ന് വെച്ചാൽ അയാൾ എന്നോട് ഇങ്ങനെ വന്ന് സംസാരിച്ച് എപ്പം ഇങ്ങനെ വന്ന ഞാൻ എന്നോട് എവിടുന്നാന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ എൻ്റെ ടീഷർട്ട് നോക്കുക. നോക്കുമ്പോൾ IIM കോഴിക്കോടിൽ ഇന്നലെ പരിപാടി കഴിഞ്ഞിട്ട് മൂപ്പർ ഇന്ന് രാവിലെ കണക്ഷൻ ഫ്ലൈറ്റ് അബുദാബി ആയി വന്നറിയാം. അവിടെ അടിപൊളി നല്ല
ഇതുള്ള മനുഷ്യനാണ്. മൂപ്പർ എന്നെ വേണമെങ്കിൽ വിട്ടരാന്ന് പറയുന്നു, പക്ഷെ മൂപ്പര റൂട്ടും എൻ്റെ റൂട്ടും എൻ്റെ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് പരിചയപ്പെട്ട ലേഡിയെ പറയാൻ പറഞ്ഞത് ഡയാന ലേഡി. അവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അവർ ഇരുന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്ന്, അന്ന് പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പോയാൽ മതി. അവർ ദുബായിൽ ഉള്ള ആൾക്കാർ. അപ്പോൾ ദുബായ് വെച്ചിട്ട് ഞങ്ങൾ കുറേ ഇങ്ങനെ കമ്പയർ ചെയ്ത് എക്സ്പെൻസ് കാര്യങ്ങൾ പിന്നെ ഇതൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എവിടെ പോകണം, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം, ഷോപ്പിംഗ് ചെയ്യേണ്ടത്, ഇവിടുത്തെ ചോക്ലേറ്റ് ഫാക്ടറി. പിന്നെ അത് കഴിഞ്ഞ് എമിഗ്രേഷനിൽ നല്ലൊരു അടിപൊളി ലേഡി ആയിരുന്നു. അത്യാവശ്യം അവർ നല്ല സ്മൂത്തായിട്ടാണ് കൈകാര്യം ചെയ്തു. പുറത്തിറങ്ങി ആദ്യം ആനക്സ് ബുക്ക് ചെയ്ത് മാറിപ്പോയി. അപ്പോൾ ആ പ്രശ്നം വെച്ചാൽ ഇവിടെ മാപ്സ് ഒന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഇയാൾ പറയപ്പെട്ടു, ജിറീന എന്നാണ് ഇയാൾ പേര്. ഇയാൾ വന്ന് ഇയാളെ വൈഫുകളെ പിക്ക് ചെയ്ത് ഇയാൾ പോയി. ഇയാൾ ഞാൻ വാട്സപ്പ് നമ്പർ വന്നിട്ടുണ്ട്, എല്ലാവരും നമ്പർ വരുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചെന്ന് പറഞ്ഞിട്ട്. സോ ഇറങ്ങിയപ്പോൾ തന്നെ അൽഹംദുലില്ലാ എന്താ പറയുക, അതിനെ കുറിച്ച് പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട്. പക്ഷേ അല്ല, ചില കൺട്രീസ് അങ്ങനെ നമ്മൾ പുറത്ത് മീഡിയസ് കാണുന്ന പോലെ ഉണ്ടാവും. നമ്മൾ തുടങ്ങുന്നുള്ളൂ, ബട്ട് സോഫാർ ഞാൻ പറയില്ല, ആളുകളൊക്കെ ഇപ്പോൾ ഇതൊരു ഫ്രണ്ട്ലിയാണ്. ഇനിയിപ്പോൾ ഹോസ്റ്റലിലേക്ക് ഒരു മണിക്കൂറുണ്ട്. സോ കുറച്ച് ലേറ്റ് ആയി, ഓൾമോസ്റ്റ് 3 മണി. ഇനിയിപ്പോൾ എന്തെങ്കിലും പരിപാടി അവിടെ നടക്കുമെന്ന് അറിയില്ല. റഷ്യ ഈസ്റ്റേൺ യൂറോപ്പും നോർത്ത് ഏഷ്യയിലുമായി പരന്നു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. 11ഓളം വ്യത്യസ്ത ടൈം സോണുകളുള്ള 14 രാജ്യങ്ങളുമായിട്ട് അതിർത്തികൾ പങ്കിടുന്ന 140 മില്യൺ ജനങ്ങളുള്ള ലോകത്തിലെ പോപ്പുലേഷനിൽ 9ാം സ്ഥാനത്തുള്ള റഷ്യയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ട് അറിയപ്പെടുന്ന മോസ്കോയിലേക്കാണ് നമ്മളിപ്പോൾ എൻ്റർ ആയിട്ടുള്ളത്. സോ മോസ്കോ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ റഷ്യ യാത്ര ഇവിടെ തുടങ്ങുകയായി. അങ്ങനെ നമ്മൾ നേരെ സിറ്റിയിലേക്ക് എത്തി. പുറപ്പെട്ടപ്പോൾ വേഷമാണ്. ഇതാണ് നമ്മളെ ഹോട്ടല്. 1650 രൂപയാണ്, 1650 റൂബിൾസ് ആണ് റഷ്യ ഇവിടെ എത്തിയപ്പോയത്. പക്ഷെ അവനോട് ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഏകദേശം എനിക്ക് 1800 കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഹോസ്റ്റലിൽ കയറിയിട്ട് ചെക്ക് ഇൻ ചെയ്യട്ടെ, പുറത്തേക്ക് ഇറങ്ങട്ടെ. കാരണം ഓൾറെഡി നമ്മളെ ഒരു ദിവസത്തിന്റെ പകുതി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞാൻ എൻ്റെ ഹോസ്റ്റൽ ലിസ്റ്റ് കാണിച്ചത് ഹോട്ടലിനുള്ള പേര് കൊടുത്തത്, പക്ഷേ ഇത് ക്യാപ്സ് ഹോസ്റ്റലാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ. സോ ഇവിടെ നമ്മൾ കയറി വന്നു. ഇവന് നമ്മളിപ്പോൾ 2 ദിവസത്തേക്ക് 2290 കൊടുത്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ റൂം വരുന്നത്. ഇതിലൊരു ലോക്കർ നമ്പർ ഉണ്ടാവും, ആ ലോക്കറിൽ സാധനങ്ങൾ വെക്കാം. പിന്നെ ഇതാണ് ക്യാപ്സ്യൂൾ എന്നാണ് ഇതിന് പറയുക. ഇതാണ് മേലുള്ളതാണ് എൻ്റെ റൂം വരുന്നത്. ബെഡ് ഉണ്ടാവും, നല്ല സുഖമായിട്ട് ഇതൊക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങാം കേട്ടോ. അങ്ങനത്തെ ഒരു ഗുണമുണ്ട് ഇതിന്. ഇവിടെ നിന്ന് ഇറങ്ങി അത്യാവശ്യം നിയർ ബൈ തന്നെ എല്ലാ ആക്സസും ഉണ്ട് ഇവിടെ. പിന്നെ ലിഫ്റ്റ് ഇല്ല, 4 നില കയറി വരണം. പക്ഷെ ഇവിടെ വേറെ ഹോസ്റ്റൽസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ പെർ ഡേ 1000 എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ചിലപ്പോൾ മോസ്കോ മെയിൻ നഗരമല്ല, അതുകൊണ്ടായിരിക്കും. ഹോസ്റ്റലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ജസ്റ്റ് വാഷ്റൂം ഇതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് ഇവിടെ വാഷ്റൂം ഉണ്ട്, പിന്നെ അതുപോലെ കിച്ചൺ ഉണ്ട്. ഇവിടെ നമുക്ക് സാധനങ്ങൾ പോയാൽ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് ഇല്ലാത്ത സ്വിച്ച് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പരിപാടികളാണ്. നമ്മളിതാ ഫ്രഷ് ആയിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 5:30 ടൈം കഴിഞ്ഞു. അത്യാവശ്യം എനിക്ക് തോന്നുന്നപ്പം എയർപോർട്ടിൽ നമുക്ക് ഏകദേശം ചെക്കിൻ്റെ അവിടെ തന്നെ ഒരു 1 hour പോയി. പിന്നെ 1 hour ഇങ്ങോട്ട് ടാക്സിക്ക് ഉണ്ടായിരുന്നു. പിന്നെ റൂമിലൊക്കെ ഒന്ന് കയറി ഫ്രഷ് ആയി ഇറങ്ങിയപ്പോഴതായി. ഇപ്പം ഞാൻ പോയിട്ട് അവിടെ എൻ്റെ ഹോട്ടലിൽ തൊട്ടടുത്ത് തന്നെ കറൻസി ഒരു ബാങ്ക് ഉണ്ട്, അവിടെ പോയി കറൻസി മാറ്റി. ഇവിടെ കുറച്ചും കൂടി റേറ്റ്, അതായത് 79 ആണ് ഗൂഗിൾ കാണിക്കുന്നതെങ്കിലും 75.40 ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പം $200 മാറ്റിയപ്പോൾ എനിക്ക് ഏകദേശം 800 ഇതിൻ്റെ അടുത്താണ്. എനിക്കിപ്പോൾ ഒരു 700 സംതിങ് ആണ് എനിക്കിപ്പോൾ ലോസ് ഉള്ളത്. അതായത് 1000-600 രൂപ ഇങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് പോകുന്നുണ്ട്. എയർപോർട്ടിൽ നിന്നായിരുന്നു ഭയങ്കര നഷ്ടം വന്ന് 1800 നമുക്ക് പോയി. അത് ഒരു ടാക്സിക്ക് കൊടുക്കേണ്ട പൈസ നമുക്ക് പോയത്. അപ്പോൾ കറൻസി ഇനി ശ്രദ്ധിച്ച് മാത്രം മാറ്റുന്നുള്ളൂ. എവിടെയെങ്കിലും നല്ല റേറ്റ് കിട്ടും നോക്കട്ടെ. ഇതാണ് മെട്രോ സ്റ്റേഷൻ. USSRന്റെ കാലത്ത് ഉണ്ടാക്കിയ മെട്രോ സ്റ്റേഷനൊക്കെ ആണ് നല്ല അടിപൊളിയായി പണ്ടത്തെ ലുക്കിലേക്ക് ഉണ്ടാവുക. പോയി കണ്ടുനോക്കാം. ആണ് മക്കളെ മെഷീന്. ഇതിൽ 1 ട്രിപ്പ് 2 ട്രിപ്പ് 3 ട്രിപ്പ് അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള 90 days നമ്മളെ ദുബായ് മെട്രോമാതിരി തന്നെയാണ്. അപ്പോൾ ഇതിൽ പ്രസ് ചെയ്യാം, എന്നിട്ട് ഇതിൻ്റെ അകത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് 80 ചേഞ്ച് ഇല്ലായിരുന്നു. ഇത് 8000 അല്ല കേട്ടോ, 80,000 എന്നല്ല കാണിക്കുന്നത്, വെറും 80 മാത്രമാണ്. മറ്റത് 00 ആണ്. അപ്പം ഒരു ലോക്കൽ ടീം എനിക്കിങ്ങനെ ഈ ലാംഗ്വേജ് മനസ്സിലാവാത്തതുകൊണ്ട് ഇംഗ്ലീഷിന് പൊടി പോലും ഇല്ല. അപ്പോൾ മനസ്സിലായപ്പോൾ അവരൊന്ന് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ 500 ഇട്ടപ്പോൾ ബാക്കി 400 വന്നു. ഇതാണ് മെട്രോ കാർഡ്. പക്ഷേ ഈ കാർഡ് എന്ന് പറയുന്നത് ആകെ ഒരൊറ്റ യൂസിനുള്ളതാട്ടോ. 8 പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. സോ ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല ഹെൽപ്പും ഫ്രണ്ട്ലി ആണ്. ജസ്റ്റ് മെട്രോ കയറി നോക്കാം, കാരണം മറ്റിടത്തേക്ക് കുറേ നടക്കാനുണ്ട്. നമ്മൾ അവിടെ പോയ പോലെ തന്നെ ഇവരുടെ പേരും കാര്യം ഒരു സാധനം നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ ഇതിൽ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ അതിന്റെ പ്രൊനൗൺസിയേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്റ്റേഷന്. ഇവിടെ നമുക്ക് പോകാനുള്ള ഒരു വഴിക്ക് മനസ്സിലാവുന്നത് എങ്ങോട്ടാ പോകേണ്ടത് എന്താണെന്നുള്ളത്.
ഇവിടെ നിന്നാണ് ഈ സ്റ്റേഷന്റെ പേരെന്തായിരുന്നു, ഓർക്കിഡ് അങ്ങനെ എന്തോ പറഞ്ഞൊരു സാധനമാണ്. ഞാൻ ഇവിടെ എഴുതി കാണിക്കുക, എനിക്കെന്താ അറിയുന്നില്ല. ആ സ്റ്റേഷനിലാണ് വരുന്നത്. അവിടുന്നാണ് റെഡ് സ്ക്വയറിലേക്ക് ഇറങ്ങാൻ എളുപ്പം തോന്നുന്നു. അപ്പം ഹെവി ഓൾഡ് കേട്ടോ. ഇന്നത്തെ എന്താ പറയുക, ലൈറ്റ് വരെ എപ്പോഴും മാറ്റാതെ വെച്ചിരിക്കുക. പക്ഷെ അതിനൊരു അസ്തറ്റിക് ഫീൽ ഉണ്ട് കേട്ടോ. നമുക്ക് കണ്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടത്. മെട്രോ സ്റ്റേഷൻ കാണാനായിട്ട് തന്നെ പോകണം എന്ന് പറയും. ഉസ്ബെക്കിസ്ഥാനിലൊക്കെ നമ്മളിപ്പോൾ അങ്ങനെ ഉണ്ട്. അതേപോലെ ഇവിടെ ഉണ്ട്. അത് നമുക്ക് നാളെ കവർ ചെയ്യാം. വിഷ്വൽ ബ്യൂട്ടി അല്ലല്ലേ, കാലയെടുപ്പാനുണ്ടോ ബിൽഡിങ്സ് ഒക്കെ നോക്കി, കിട്ടിടം ബിൽഡിങ്സ് കാര്യങ്ങള്. നല്ല റഷ് ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് ഫോർ സീസൺ ഹോട്ടൽ നോക്കി ഇതിന്റെ തൊട്ട് മുമ്പിൽ നല്ല റേറ്റ് ഉണ്ട് അവിടെയൊക്കെ. ബിൽഡിങ്സിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. അന്നത്തെ ആ ഒരു ലുക്ക് തന്നെ അവരുണ്ടാക്കിയ ശരി. ഇവിടെ ഞങ്ങളെ യുദ്ധം പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത് പിന്നെ ജനം നോക്കി വേറെ ഇവിടെ ഉണ്ടാവുന്നതിന് ഡബിൾ ജന. എസ്പെഷ്യലി ഇന്ന് നാളെ ഉണ്ടാവും, വീക്കെൻഡ്സ് കൂടെ. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം എല്ലാവരും അറിഞ്ഞില്ല. അത്രയും ക്രൗഡ്. ഇതിൽ ഒരു 80% ടൂറിസ്റ്റാണ്. ശവകുടീരത്തിലെ അണയാത്ത തീകൾ, അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിന് ചുറ്റും ഒരു പരേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ ഉള്ളത്. ക്രെംലിൻ കാര്യാലയത്തിൽ, റെഡ് സ്ക്വയറിലെ ക്രെംലിൻ കാര്യാലയത്തിന് തൊട്ടടുത്തുള്ള അലക്സാണ്ടർ ഗാർഡനോട് ചേർന്നിട്ടാണ് ഈ ഒരു ടോംബ് കിടക്കുന്നത്. ഇതിൽ ഒരു തീകോളം ഇങ്ങനെ അണയാതെ കിടക്കും. വേൾഡ് വാർ സെക്കൻഡിലൊക്കെ മരിച്ചുപോയ സോൾജേഴ്സിന് വേണ്ടിയുള്ള ഒരു ആദരമായിട്ടാണ് ഇത് കാണുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് തുടങ്ങുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ചരിത്രത്തിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ റെഡ് സ്ക്വയറിലേക്ക് പോകാൻ പോവുകയാണ്. ഒരു ബിസി സ്ട്രീറ്റിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റുകളെ കൊണ്ട് തിങ്ങി അറിഞ്ഞിരിക്കുക. നമ്മൾ കാണാൻ പോകുന്നത് ശരിക്കും എക്സൈറ്റഡ് ആണ്. റഷ്യ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നൊരു ചിത്രമുണ്ട്. സെന്റ് ബാസിൽസ് കത്തീഡ്രലും പിന്നെ ഇവരുടെ പുടിൻ്റെ വസതിയൊക്കെ അടക്കമുള്ള പ്രൈം മിനിസ്റ്റർ റെസിഡൻസൊക്കെ ഉള്ള ഒരു സ്ഥലം. എല്ലാവരും അറിയണ്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ഇവിടേക്ക് എത്തിയ സമയത്ത്. ഇപ്പോൾ പ്രശസ്തമായ റെഡ് സ്ക്വയറിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ചരിത്രത്തിൽ തുടങ്ങാം. പുറകിൽ കാണുന്നതാണ് നമ്മുടെ മ്യൂസിയം എന്ന് പറയുന്നത്. അതിനുശേഷം ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈസ്റ്റേൺ വാൾസ് ഓഫ് ക്രെംലിനാണ്. ലെഫ്റ്റ് സൈഡിൽ ഗം ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ കാണുന്നു. പിന്നീട് നേരെ കാണുന്നതാണ് റഷ്യയുടെ ഐക്കണിക് ആയിട്ടുള്ള സെന്റ് ബെസിൽസ് കത്തീഡ്രൽ. സോ ഈ ഒരു സ്ക്വയറാണ് ഇവരുടെ ഒരുവിധം എല്ലാ മേജർ ചടങ്ങുകളും നടക്കുന്നത് ഇവിടെയാണ്. മോസ്കോയിൽ നിങ്ങൾ വരികയാണെങ്കിൽ റഷ്യൻ ട്രിപ്പ് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാന സ്പോട്ടാണിത്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ എത്തിയതൊരു വൈകിട്ടാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടികൾ മൊത്തം ഈ ഒരു സ്ഥാനത്തെ ചുറ്റിപ്പറ്റിയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഇവിടുന്ന് കുറച്ചുപേരെ പരിചയപ്പെട്ടു. അവരെ കൂടെ കാണിച്ചു തരാം. हमारा इंडियन दोस्त है कार्तिक हर्ष, दो हर्ष ट्विंस. सो आप लोग इधर पढ़ाई कर रहे हैं ना? अभी तो कोई प्रॉब्लम नहीं है. 2025 जुलाई में हम लोग इधर हैं. एंड आप लोग कितना साल से इधर हैं? हम भी दिसंबर में आए थे. 7 महीने से ही रह रहे हैं. 6 महीने 7 महीने. हाँ ओके. पहली सेमेस्टर चल रहा है. पहली सेमेस्टर खत्म हो गया. फर्स्ट ईयर खत्म हो गया. कोई दिक्कत केरला से भी आदमी लोग हैं आपके साथ? हाँ, मेरे दोस्त भी मेरे ग्रुप में सुजीत. ഇവിടത്തെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത് കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് മനസ്സിലാവും. അതിന്റെ ഹിസ്റ്ററി ഞാൻ അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് ഇതിന്റെ അത് ശരിക്കും പറഞ്ഞാൽ കത്തീഡ്രലാണ്. അതായത് ഇവരുടെ ചർച്ചാണ്. ഈ കാണുന്നത് ഉള്ളിൽ ചെറിയൊരു ഭാഗം ആക്സസിബിൾ ഉള്ളൂ തോന്നുന്നു. പക്ഷേ 2000 ഒക്കെയാണ് ഇതിന്റെ റൂബിളാണ് ഇതിന്റെ ടിക്കറ്റ് കാണിക്കുന്നത്. അത്ര നമുക്ക് വേർത്തായിട്ട് തോന്നുന്നില്ല. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് കയറാം. പിന്നെ ഞാൻ കയറാൻ പോയപ്പോൾ ഒരു ക്ലോസ് ആയെന്നും പറഞ്ഞു. 1990 മുതൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി മാറിയിട്ടുള്ള ഈ ഒരു റെഡ് സ്ക്വയറിൽ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. ഇതിലൊന്നാണ് ഞാൻ പറയുന്നത് സ്റ്റേറ്റ് ഹിസ്റ്റോറിക്കൽ മ്യൂസിയം, അതുപോലെ റിസറക്ഷൻ ഗേറ്റ്, ഫോർമർ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ, കസാൻ കത്തീഡ്രൽ, ഗം ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. ഇതിൽ മെയിനാണ് സെന്റ് ബാസിൽസ് കത്തീഡ്രലും അതുപോലെ ക്രെംലിനും. ക്രെംലിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 5 കത്തീഡ്രൽസ്, 4 കത്തീഡ്രലും ഒരു പ്രസിഡന്റ് പാലസും ഉണ്ട്. അതേപോലെ തന്നെ ഈ ക്രെംലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ലെനിൻ മുസോളിയം അടക്കം വരുന്നത്. സോ ഇതിൻ്റെ ഒരു ഈസ്റ്റേൺ വാൾ മാത്രമാണ് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത്. ബാക്കി ഭാഗങ്ങൾ വരുന്ന വേറൊരു സൈഡിലാണ്. അതിനപ്പുറത്താണ് മോസ്കോ റിവർ ഉള്ളത്. സോ ഇതൊരു ഭയങ്കര ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആണ്. അതുപോലെ ഇവരുടെ മിലിറ്ററി പാരഡ്സ്, മെയിനായിട്ടുള്ള എല്ലാ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ റെഡ് സ്ക്വയറിലാണ് നടക്കാറുള്ളത്. സോ മോസ്കോയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് നടക്കാം. ഞങ്ങൾക്ക് സംഭവം കാണിച്ചിട്ട് ആ സ്ക്വയറിന് നേരെ ഞാൻ ഗം ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്ന് കാണിച്ചില്ലേ. ഇതിന്റെ റോയൽ എൻട്രി കേട്ടോ. കഴിഞ്ഞ് വരുന്ന നോക്കി ഒരു മാളാണ്. ഇതിന്റെ പേരാണ് ഗം മാൾ. പക്ഷെ ഇത് ഭയങ്കര ഫേമസ് മാളാട്ടോ. എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഇന്റീരിയർ കൊണ്ടാണ് ഇതിന്റെ എത്ര അടിപൊളിയായിട്ട് കാണുന്നത്. ഭയങ്കര രസമല്ലേ കാണാൻ വേണ്ടിട്ട്. കേട്ടോ ഫുൾ ഫാഷൻ സ്റ്റോറ് കാര്യങ്ങൾ ഇവിടെ വരുന്നതൊക്കെ നമുക്ക് നല്ല ഇഷ്ടപ്പെടും. എന്നുവെച്ചാല് താഴത്ത് എത്ര ഷോപ്സ് നോക്കി. 1,80,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഗമ്മാട് റഷ്യയിലെ അറിയപ്പെടുന്ന ഒരു ഷോപ്പിംഗ് സെന്ററാണ്. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇതിൻ്റെ ചരിത്രം തുടങ്ങുന്നുണ്ടെങ്കിലും പിന്നീട് സോവിയറ്റ് ഇയറ വന്നു. അതിനുശേഷം ഇതൊരു ഓഫീസ് ആൻഡ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുകയും പിന്നീട് 1990കളിലാണ് വീണ്ടും റിനോവേറ്റ് ചെയ്ത് ഇത് മാളായിട്ട് ടൂറിസ്റ്റുകൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്.
ഇവിടുത്തെ പ്രൈസ് റേഞ്ച് എല്ലാം കുറച്ച് ഹൈ ലെവലിലാണ് ഉള്ളത്. ഒരു പ്രീമിയം കൈൻഡ് ഓഫ് മാളാണ്. ഇതിൻ്റെ അകത്തുള്ള ലുക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റയർലി നിങ്ങളെ അത്ഭുതപ്പെടുന്നതാണ്. റെഡ് സ്ക്വയറിനോട് ചേർന്നിട്ടായതുകൊണ്ട് തന്നെ ഇവിടെ വിസിറ്റ് ചെയ്യാവുന്ന കാര്യം വളരെ എളുപ്പമാണ്. അതായിരുന്നു കേട്ടോ ഗമ്മാള്. ഇതൊക്കെ സൺസെറ്റ് ഒക്കെ ആവുന്ന സമയത്തൊക്കെ നമ്മൾ ലൈറ്റ് അടിക്കാൻ നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയാണ്. മോസ്കോയിൽ പിന്നെ മിസ്സാക്കണ്ടെന്ന് പറയണ്ട, എല്ലാവരും വന്നു കഴിഞ്ഞാൽ കാണാൻ ഒരേ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ഇത് തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും എല്ലാം അടിപൊളിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ഈ ഒരു കൺസ്ട്രക്ഷനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല രസമാണ് മൊത്തത്തില്. സൂപ്പർ. ഇത് എവിടുന്ന് നോക്കിയാലും ബ്യൂട്ടി തന്നെയാണ് കേട്ടത്. ഈ സാധനം കണ്ടോ, ഇപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പം ആ പാലം നമ്മൾ നേരത്തെ വരുമ്പോൾ മോസ്കോ സിറ്റി വരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സിറ്റി സൈറ്റ് സീയിങ്ങിന്റെ ബസ് കിടക്കുന്ന ഇതിൽ പോവാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ അവരെന്നെ കൊണ്ടുപോയി കാണിച്ചു തരും. നല്ല രസമായി കിട്ടോ. ഇങ്ങനത്തെ സിറ്റി കൂടെ ഒക്കെ ഡബിൾ ഡെക്കറിലൊക്കെ പോകാറുണ്ടെങ്കിൽ ടി ഹോപ്പ് ഓഫ് ടൂർ ഉണ്ടല്ലോ, അതിന്റെ പ്ലാൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 4000 പറയുന്നത്. ഇതില് ഏകദേശം 2 മണിക്കൂർ എടുക്കുന്ന പറയുന്നത്. വലിയൊരു കുഴപ്പമില്ലാത്ത റേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അല്ല 4000 കേട്ടപ്പോൾ അങ്ങനെ തോന്നിയാണോന്ന് അറിയില്ല. വീക്കെൻഡ് ആണ് ശരിക്കും, അതാണ് ഇവിടെ ഇത്രയും ക്രൗഡ്. ശരിയാണ്, ഞാൻ മോസ്കോയിൽ വന്നത് ശനി ഞായറായി പോയി. പിന്നെ അവിടുന്ന് വന്നിട്ട് എല്ലാ ആൾക്കാരും ഈ കുന്നിന്റെ മേലെ കയറി നിൽക്കുക. കാരണം ഇവിടെ നല്ല രസമുണ്ട് ഈ ബിൽഡിംഗ് മൊത്തം കാണാൻ. നല്ല നല്ല ഫോട്ടോസ് ഒക്കെ കിട്ടുക. ആണ് ചെറിയാദേവ് എന്ന് പറഞ്ഞ പാർക്ക് ഉണ്ട്. ചെറിയാദേവ് പാർക്ക് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫുൾ ക്രൗഡാണ്. അതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കഴിഞ്ഞ് പിന്നെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, അവിടെയൊക്കെ നൈറ്റ് ആകുമ്പോൾ പോയാലാണ് രസം എന്ന് പറഞ്ഞത്. പക്ഷെ എന്തായാലും ഓൾമോസ്റ്റ് ഇപ്പോൾ 8 മണിയായിട്ട് ഈ വെളിച്ചുണ്ട്. അതാണ് സമ്മറിലൊക്കെ വന്നാലുള്ള ഗുണം. നമ്മൾ എല്ലാ ഡേ നമ്മൾക്ക് കിട്ടും, നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും. വ്യൂസ് ആർ ഗെറ്റിംഗ് ബ്യൂട്ടി ആൻഡ് ബ്യൂട്ടി കേട്ടോ. സൺസെറ്റ് കഴിഞ്ഞ വരാണ്. അപ്പൊ നമ്മൾ ഇതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നടന്നത്. ഫ്ലോട്ടിംഗ് ഒന്നല്ല, നോർമൽ ബ്രിഡ്ജ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ താഴത്തുള്ള വ്യൂ ആണ് അടിപൊളിയായിട്ടുള്ളത്. എന്താ രസം നോക്കി. ഈ ബോട്ടിലൊന്ന് കയറണല്ലോ. കുറെ നടക്കാനുണ്ട് അങ്ങോട്ട്. അവിടെ എനിക്ക് തോന്നുന്നത് ആ കാണുന്നിടത്ത് അങ്ങനെ ആൾക്കാർ പോട്ട് കയറുന്നത്. അവിടെ തന്നെ നല്ല ക്യൂ ഉണ്ട്. നല്ല ഹാരാണില്ല കാണാന്. ഹായ് ഹായ്. നല്ല മനുഷ്യന്മാരുണ്ട് ഇവരൊക്കെ. ഇവർക്ക് വൈവറാൻ അറിയുന്നുമില്ല, ഭാഷയും മനസ്സിലാവുന്നില്ല. അവരെന്റെ കൂടെ വരാം, ഞങ്ങൾ കാണിച്ചു തരാം അവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടി കൊണ്ടുവന്നില്ല. പക്ഷെ ഞാൻ പറയില്ല, ഞാൻ ബോട്ടിങ് കഴിഞ്ഞിട്ട് വരുന്നില്ല പറയണ്ട. ബോട്ടിങ്ങിന് 1600 ഒരു മണിക്കൂർ പറയുന്നുണ്ട്. ഇവന് ഓൺലൈൻ ഓഫേഴ്സിലൊക്കെ നേരെ പകുതി കിട്ടാണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കാർഡില്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വേറെ പക്ഷെ അതാണ്. പിന്നുള്ളതെന്ന് വെച്ചാൽ നാളെ വന്ന് ചെയ്യുന്നതാണ് കുറച്ചും കൂടി. ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല ഇരുടായി കഴിഞ്ഞ്, ഇനി പോകുന്നതിന് വലിയ കാര്യം ഉണ്ടോന്ന് അറിയില്ല. കുറച്ചും കൂടി നേരത്തെ കയറണമെങ്കിൽ അടിപൊളിയായിരുന്നു. പിന്നെ അതുമല്ല എല്ലാവരും ക്യൂ നിന്നിട്ടുണ്ടാവും. നമുക്ക് ഈ ഫ്രണ്ട് ഡെക്കിലൊക്കെ കിട്ടിയാൽ വീഡിയോസ് ഒക്കെ എടുക്കാൻ നമുക്ക് നല്ല രീതിയിൽ കാണാനും പറ്റുള്ളൂ. ബോട്ടിങ്ങിന് പോയില്ലെങ്കിൽ എന്താ അതിങ്ങനെ കാണാട്ടോ, നല്ല രസമുണ്ട്. അത് നമുക്ക് ഈ ബോട്ടിങ്ങിനെ പറ്റി കുറച്ച് അറിയാൻ കുറച്ച് ലേറ്റ് ആയി പോകുന്ന എനിക്ക് തോന്നുന്നു. നിങ്ങൾ വരാണെങ്കിൽ കുറച്ചൊക്കെ നേരത്തെ കയറും. ഒരു 6 മണിക്ക് ശേഷം കയറിയാൽ മതി. ഇവിടെ 7 മണിയൊക്കെ ഏറൊക്കെ ആകുമ്പോൾ തിരിച്ചെത്തും. ഇതിപ്പോൾ നമുക്ക് കാണാൻ എൻജോയ് ചെയ്ത് പോവാം. വീഡിയോസും ഫോട്ടോസും എടുക്കുമ്പോൾ ഒന്നും ഒരു ക്ലിയർ ഉണ്ടല്ലോ, കാരണം ആ ടൈം കഴിഞ്ഞിട്ട് നൈറ്റ് തുടങ്ങി. അല്ലെങ്കിൽ പിന്നെ നൈറ്റ് വൈബിൽ കയറണം. മോസ്കോയിൽ ലൈറ്റ് തെളിയുന്ന കണ്ടിരുന്ന ജസ്റ്റ് ഇപ്പൊ ലൈറ്റ് ഇട്ടോളൂ. നല്ല രസം ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ ഞാൻ അവിടുന്ന് കുറച്ചുകൂടി നടന്ന് ഇവിടെ എത്തി. അപ്പൊ ഇവിടെ എത്തിയപ്പോ വേറൊരു ഏജന്റിനോട് സംസാരിച്ചു. അവനോട് അവൻ 1200 ആയത് തന്നെ പറഞ്ഞു. ഇപ്പൊ ഞാൻ അവനോട് ചോദിച്ചു ലാസ്റ്റ് എത്ര പറ 1000. ഞാൻ പറഞ്ഞേ ഇപ്പൊ ഓൾറെഡി നല്ല ഇരുടായി, ഇപ്പൊ കയറി കഴിഞ്ഞാൽ വലിയ കാര്യമില്ല. 6 മണിക്ക് 7 മണിക്ക് കയറണം തന്നെ. ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രണ്ടിൽ കിട്ടണം. അപ്പോൾ അവൻ പറഞ്ഞ് ശരിക്കും ഇവിടെ നിന്ന് വീക്കെൻഡ് ആണ്, അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ. നാളെ അത്ര ആൾക്കാരുണ്ടാവില്ല, നാളെ വന്നോ പറഞ്ഞു. അപ്പൊ ഞാൻ 1000 നാളെ വരാറ്. നല്ല രസമുണ്ട് കേട്ടോ സ്ട്രീറ്റ് കാണാന്. അതേപോലെ ലൈറ്റായി വരുമ്പോഴേക്ക് ഈ ഖത്തറിന്റെ മുകളിൽ ലൈറ്റ് വരുന്ന പറഞ്ഞു. അതുകൊണ്ട് ഞാനത് വെയിറ്റ് ചെയ്യാണ്. പാലങ്ങളൊക്കെ ഉണ്ട് അടിയിൽ ലൈറ്റ് ഇട്ടിട്ട്. ആ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നല്ല വൃത്തിയായിട്ട്. ശരിക്കും പറഞ്ഞാൽ മാപ്പ് പണി തരുന്നുണ്ട്. ഞാനും ഇത്ര പ്രതീക്ഷയില്ല. അതായത് 2GIS ഉണ്ട്, പിന്നെ മറ്റേ ഇതുണ്ട്, എന്തായാലും പേര് യാൻഡെക്സ് ഉണ്ട്, ഗൂഗിൾ മാപ്പ് ഉണ്ട്. അതിൽ വർക്കാവണില്ല വെച്ചാൽ ദൂരം കാണിക്കുന്നില്ല. അതായത് എനിക്ക് വന്ന് ഈ ഒരു ഇഷ്യൂ വന്ന ശേഷം എക്സാക്ട് ലൊക്കേഷൻ ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളിപ്പോൾ യാൻഡെക്സ് ബുക്ക് ചെയ്താൽ പോലും നമുക്ക് കറക്റ്റ് വണ്ടി നമ്മുടെ അടുത്ത് എത്തൂല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിച്ച് നടക്കാന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അത് നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന പേരല്ല, ഇവർ റഷ്യ പറയുന്ന വേറെ പേരായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സിറ്റി ബേസ് ചെയ്ത് മാത്രം ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നോ പ്രോബ്ലം, അല്ലെങ്കിൽ ആണ് പ്രശ്നം. ഞാൻ നിക്കോൾസ്കായ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ഒരു ഐറ്റർ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അത് തപ്പിട്ട് ഈ മാപ്പ് വറക്കാണ്ട് കുറെ കറങ്ങി. അപ്പൊ ഇവരെ പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് സ്ക്വയർ നേരെ ഇറങ്ങി നമുക്ക്
ജർജാദ സ്ക്വയർ പോവാം. അവിടെ താഴെ ഇറങ്ങിയിട്ട് അവിടുന്ന് മറ്റേ നിങ്ങളുടെ ഈ ഗമ്മാളിൽ കയറണം, റെഡ് സ്ക്വയർ കാണണം. എന്നിട്ട് താഴെ ഇറങ്ങി ജർജാദ പാർക്ക് പോയി അപ്പുറത്ത് ക്രോസ് ചെയ്തിട്ട് ബോട്ടിങ് ചെയ്യാം. പിന്നെ നിക്കോൾസ്കായ രാത്രി ആകുമ്പോൾ വരണതാണ്. കാരണം രാത്രി വന്നാലേ ഈ ലൈറ്റിങ് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം എങ്ങോട്ട് നോക്കിയാലും നല്ല ഫോട്ടോ സ്പോട്ട്സ് ആണ്. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ. പിന്നെ എന്തോ ഒരു വെള്ളം ഇവിടുന്ന് വാങ്ങി ഇതിൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ട്. 200 രൂപ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആ ഒരു സ്ട്രീറ്റ് വരെ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കുറച്ച് ഷോപ്പും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞത്. എത്രത്തോളം ഇത് ലെങ്ത് പോകുന്നറില്ല. പോയി നോക്കട്ടെ കുറച്ചു നേരം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സാധനത്തി തെരുവ് നാടകങ്ങളും ഡാൻസും സ്ട്രീറ്റൊക്കെ. ഇവിടെ ഓടിയാണെന്ന് വീഡിയോ എടുക്കണ്ടല്ലോ. എന്താ പരിപാടി എന്ന് പറയാം. ഇതൊക്കെയാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫിലായിട്ടുള്ള എന്തൊക്കെയോ ഇവിടെയൊക്കെ ഉണ്ട്. എങ്ങനെ പോകേണ്ടത് നേരത്തെ മനസ്സിലായിരുന്നു. Последним его ждет неожиданный, возможно, чуть неловкий сюрприз, о котором он пожалеет. Походу, это ты. Спасибо большое. Пожалуйста. Когда просто очень поешь много каверов, свои песни забываешь. Следующая песня. നമ്മുടെ ഒരു ഡോണറിന്റെ ഷോപ്പിൽ കയറിയിട്ട് അവിടെ കബാബിന് പറഞ്ഞിട്ടുണ്ട്. ഡോണർ കബാബ് കണ്ടിട്ട് അതാ കഴിക്കാൻ തോന്നുന്നേ. ഈ സ്ട്രീറ്റിൽ നടന്നു വന്നാൽ തന്നെ നേരെ കാണുന്ന ഒരു പിയോങ്ലു ഡോണർ എന്ന് പറഞ്ഞിട്ടാണ്. എങ്ങനെ ഉണ്ടാവും എന്താണെന്ന് അറിയില്ല. വാങ്ങിയ അവിടെ നല്ല ഹെവി ക്വാണ്ടിറ്റി ആണ്. 320 ഒരു ഷവർമക്ക് പറയാം കേട്ടോ. ഡോളർ വാങ്ങി ഇവിടുന്ന് അടിച്ചോണ്ടിരിക്കാണ്. അവിടെ നല്ല പാട്ടുണ്ട്. ഇവരുടെ ലാംഗ്വേജ് നമുക്കൊന്ന് മനസ്സിലായി. പക്ഷെ പോകുന്ന ആൾക്കാരൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലാവരും റൂമുകളിലൊക്കെ പോയി തുടങ്ങി. കൂട്ടമോട് പോയി തുടങ്ങിയാണ്. 10 മണി കഴിഞ്ഞതാ. ഇതൊക്കെയാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് കാഴ്ചകൾ. ഇത് കഴിക്കുന്നു, നേരെ അടുത്ത മെട്രോ പിടിക്കുന്നു, റൂമിലേക്ക് പോകുന്നു. ബൈ ബൈ ഫോർ ഡേ 1. ബാക്കി നാളെ കാണാം. എക്സൈറ്റിംഗ് ജേർണീസ് ആണ് വരാൻ പോകുന്നത്. മോസ്കോയിൽ നാളെ ഒരു ദിവസം കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ മൊർമാൻസ്ക് പോകുന്നുണ്ട്, സെന്റ് പീറ്റേഴ്സ്ബർഗ് പോകുന്നുണ്ട്, കസാനിൽ പോകുന്നുണ്ട്, സ്പെഷ്യൽ സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. സോ ഓൾ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ. സോഫാർ നമ്മൾ കണ്ടെടുത്തോളം വളരെ ഫ്രണ്ട്ലി ആണ്. ആൾക്കാർ നല്ല ഉഷാറാണ്. സ്ഥലങ്ങളും കാണാൻ അടിപൊളിയാണ്. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ അത് ഞങ്ങൾ തന്നെ പോട്ടെ. ബാക്കി ലാസ്റ്റ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറയാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ ഫുള്ള് ക്യാഷിലാണ് പേയ്മെന്റ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ. ബൈ ബൈ ഫോർ ഡേ 1.